ഒന്നാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. എന്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ. നിങ്ങൾ കേൾക്കുന്നതിൽ സന്തതിയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദിക്കാത്തവരും ആയിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളുടെ ഭാഗീകരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചനക്കാരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുമേ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണത നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. കൃത്യമായ പരിമളം ഈ ലോകത്തിനുമാകട്ടെ. അത് ബഹുമാനത്തിനും ഞങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഇതുപോലെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. യജമനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെന്നാവിപ്പോ താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടിയിടുന്നേ. ഹല്ലേലൂയ. 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 പാടിയിടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജലക്കൂടത്തെ എത്തിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മലയേറിയുള്ള ബസ്താനിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ മതിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവിടുന്ന് ധരിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവിടുന്ന് മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രി 4-ാം യാമത്തിൽ അവിടുന്ന് കടലിന് മേൽ നടന്ന് അവിടെ അടുത്തെത്തി. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവിടുന്ന് കടലിന് മേൽ നടക്കുന്നത് കണ്ട് അത് ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ വിളിച്ചു. അവരെല്ലാവരും അവിടത്തെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവിടുന്ന് അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവിടെ വഞ്ചി കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യപ്പെട്ടതായി. കാരണം പക്കത്തെ കുറിച്ച് അവർ ഗ്രഹിച്ചിട്ടില്ല. അവർ ഹൃദയം മന്ദിവച്ചിരുന്നു.